വിജയുടെ നമസ്കാരം. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള പ്രശ്നം കത്തുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലെബനൻ ഇസ്രായേലിന് ആക്രമണം അഴിച്ചുവിടുമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവന പുറത്തിറക്കിയത്. അതിനുശേഷം തുർക്കി വന്നു ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ തുർക്കി കണ്ടം വഴി ഓടുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം തുർക്കിക്ക് ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് സാധിക്കില്ല. എർദോഗൻ ഒരു പേടിത്തൊണ്ടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, തുർക്കി നാറ്റോയിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പിറകിൽ അമേരിക്ക ആയതുകൊണ്ട് തന്നെ തുർക്കി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം ലബനന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇസ്രായേൽ ലബനനിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ലബനൻ ഇസ്രായേൽ അതിർത്തികൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവിടെ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ഇന്ത്യയും UK-യും അമേരിക്കയും അടക്കമുള്ള ആൾക്കാർ, അതായത് തങ്ങളുടെ ആൾക്കാരെല്ലാം തിരിച്ചു വരണമെന്ന് വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ നിരന്തരം മിസൈൽ ആക്രമണ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ലബനൻ മീഡിയ പറയുന്നതാണ് ഇത്. 2 പേർ മരിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായും ലബനന്റെ സൗത്ത് സിറ്റി ആയിട്ടുള്ള നെക്കോറിയയിലാണ് മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ്. നമ്മൾ കേട്ടിട്ടുള്ളത് ഹമാസിന്റെ കേന്ദ്രങ്ങളിലാണ് ഇവര് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചു. ബെയ്റൂട്ടിൽ ഇവരുടെ കമാൻഡർ ആയിട്ടുള്ള ഫുവാദ് ഷുക്കർ, അയാളെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പ്രദേശമായിരുന്നു ആ ബെയ്റൂട്ട്. ആ തീരദേശ നഗരമായിട്ടുള്ള സിഡോണിൽ ഹമാസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചു. ലെബനന്റെ ഡ്രോണുകളാണ് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് ഇസ്രായേലിന്റെ ഡ്രോണുകളാണ് ആദ്യമായി അങ്ങോട്ടേക്ക് പറന്നു കയറിയതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ലബനനിലേക്കും ഇപ്പോൾ തങ്ങളുടെ യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പാലസ്തീനിൽ ഗാസ മുഴുവൻ ഇസ്രായേൽ കീഴടക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലബനനിലേക്കാണ്. ഇനി ഇറാഖിന്റെ നേരെ എപ്പോഴാണ് ഇസ്രായേൽ തിരിയുന്നത്? അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിൽ അത് കലാപകലുഷിതം, ഇപ്പൊ തന്നെ ഓൾറെഡി കലാപകലുഷിതമാണ്. വലിയ രീതിയിലുള്ള സംഘർഷം കൈവിട്ടു പോകില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിനകത്ത് ധനുഷ്, ഈ ഇറാനെ പോലല്ല ഇസ്രായേൽ. ഇറാന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഇസ്രായേൽ മാത്രമാണ്. പക്ഷെ ഇസ്രായേലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റും ഒരുപാട് ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇസ്രായേലിന് ഒരു എയിം, അതായത് അവർക്ക് അവരുടെ ആയുധങ്ങളാണെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ഇസ്രായേലിന് നേർക്ക് മാത്രം തിരിച്ചാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അതല്ല. അവരുടെ അടുത്ത് കിടക്കുന്ന ലെബനനിലുള്ള ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള ഒരു ഗ്രൂപ്പല്ല, അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട്, വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് ഹുത്തികൾ ഉണ്ട്, ഇറാൻ പിന്തുണയ്ക്കുന്ന ഹുത്തികളുണ്ട്, ഇറാൻ പിന്തുണയ്ക്കാത്ത ഹുത്തികളും ഉണ്ട്. ഇത് കൂടാതെ തന്നെ ISIS-ന്റെ വിഭാഗമുണ്ട്, മിലീഷ്യകളുണ്ട്. യമനും ഒക്കെ ആസ്ഥാന മിലീഷ്യകൾ, അത് ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ്. ഇത് കൂടാതെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള അനവധി ഭീകര സംഘടനകൾ. ഇതിനകത്ത് 2 രീതിയിലാണ് ഇതിനെ കാണാൻ. ഒന്ന്, ഇറാൻ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇത് കൂടാതെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ വികാരം, അതായത് ഇസ്രായേലിനെ ആക്രമിക്കണം, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഭീകര സംഘടനകളും. ഈ ISIS എന്താ ഈ ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നവരാണ്. അതാണ് ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ഭീകര സംഘടനകൾ പറഞ്ഞിട്ട് ഇസ്രായേലിനെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള മുദ്രാവാക്യം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പങ്കെടുക്കുന്നത് എന്നവർ പറയുന്നത്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. അതായത് ഈ കൊല്ലുക എന്നുള്ളത് തന്നെയല്ല, കുറെ പൈസ നേടുക എന്നുള്ളതും കൂടെ ഉണ്ട്. അതായത് ഈ ഭീകര സംഘടനകൾക്ക് ഫണ്ടിങ് ആവശ്യമാണ്, നല്ല ഫണ്ട് ആവശ്യമാണ് മുമ്പോട്ട് പോകാൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെടിയുണ്ടയ്ക്ക് ചെലവുള്ളതാണ്, അല്ലാതെ മണ്ണുരുട്ടി വെടിവെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഫുഡിന്റെ കാര്യമാണ്, ഇവർക്ക് ട്രാവൽ ചെയ്യണം, വലിയ രീതിയിലുള്ള പൈസ ചെലവുള്ളതാണ് ഈ ഭീകര സംഘടനകളെ കൊണ്ടു നടക്കുന്നതൊക്കെ. ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇഷ്യൂസുകൾ വേണം. ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇപ്പൊ കാശ്മീർ വിഷയം ഉയർത്തിയിട്ടാണ് പാകിസ്ഥാനുള്ള പല ഭീകര സംഘടനകളും അവിടെ തന്നെ ഫണ്ടിങ് നടത്തുക. പലയിടത്തും അവർ സോഷ്യൽ മീഡിയ കൂടെ അല്ലാത്തൊക്കെ കാശ്മീരിൽ നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നു, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഫണ്ടിങ് അവർ നടത്തുന്നുണ്ട്. പൊതുവെ എല്ലാ സംഘടനകളും ഫണ്ടിങ് നടത്താൻ ഉപയോഗിക്കുന്ന ഒന്ന് ഗാസയും പാലസ്തീനും ഇസ്രായേലുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇത്തരം ചെറു ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് ചുറ്റോട് ചുറ്റും അവരുടെ പ്രശ്നമാണ്. ലബനനുണ്ട്, ഗാസയിലുണ്ട്, യമനിലുണ്ട്, സിറിയയിലുണ്ട്, ഈജിപ്തിൽ പോലും ഭീകര സംഘടനകൾ ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇസ്രായേൽ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ളവർ അതുകൊണ്ടാണ് ഈ ഇറാനെ അടിക്കാതെ അവർ മാറി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാ ഇറാൻ. കാരണം ഇപ്പൊ നിലവിൽ ഈ പല ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ അറ്റാക്ക് വരുന്ന സമയത്താണ് ഇവരെ അനങ്ങാൻ നിൽക്കുകയാണ്.
അതായത് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് കുറെ മിസൈലുകൾ വിടാൻ സാധ്യത ഇപ്പോഴില്ല. അതിന് പകരം ഇതേ രീതി ഇത് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അതായത് ഇവര് ഇറാന്റെ ഒരു പ്ലാനിങ് നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ രണ്ട് തരം പ്ലാനിങ് ആണ് നടത്തിയത്. ഒന്ന് ഈ ഭീകര സംഘടനയൊക്കെ വിളിച്ചുകൂട്ടി ടെഹ്റാനിൽ വെച്ചിട്ട് അവർ മീറ്റിംഗ് നടത്തിയിരുന്നു. അത് അവർ ഇറാഖിലെ സേന തന്നെ അംഗീകരിക്കുകയും അവർ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് ഉള്ള പങ്കെടുത്ത ഭീകര സംഘടനകൾക്ക് തലവന്മാർക്കും കൊടുത്ത നിർദ്ദേശം ഒന്നുകിൽ നമുക്കെല്ലാം കൂടെ ഒരേ സമയം ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ അറ്റാക്ക് ചെയ്യുക. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഒരടി കൊടുക്കുക, മാറി നിൽക്കുക, ഇച്ചിടെ കഴിഞ്ഞ അടുത്തവൻ വന്ന് ആ രീതിയില്ല. ഇത് ഇസ്രായേലിൽ ഇപ്പൊ തുടങ്ങിയതല്ല, അവർക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാവുന്നത്. അതുകൊണ്ടാണ് അവര് അവരുടെ പ്രധാനപ്പെട്ട, അതായത് ഈ നമ്മുടെ ഒരു പൊതു ശത്രുവിനെ നേരിടുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്തുള്ള ചെറു ശത്രുക്കളെ നമ്മൾ നേരിട്ട് ഒതുക്കണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് പൊതു ശത്രുവിനെ നേരിടാം, ഒരു മെയിൻ ശത്രുവിനെ നേരിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഹമാസിനെ ഭയങ്കരമായിട്ട് അവര് തകർത്തു. ഇപ്പൊ നമ്മൾ ഈ വാർത്ത എടുക്കുന്ന സമയത്തും ഇസ്രായേലിന്റെ വലിയ ബോംബിംഗ് വന്ന് 100 പേരിലധികം മരിച്ചു. ഇസ്രായേലല്ല സോറി, ഗാസയിൽ കൊല്ലപ്പെട്ടു. അതൊരു പാലസ്തീനിൽ അപ്പൊ കൊല്ലപ്പെട്ടു. അതിന് കുറെ ദിവസങ്ങളായിട്ട് അവർ ലെബനനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലെബനനെ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട്. ചെങ്കടലിൽ നിന്ന് അമേരിക്കയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അമേരിക്ക യമനിലും സിറിയയിലും ഇന്ന് ഈ മറ്റേ ഹൂത്തികളുടെ ലോഞ്ചിങ് പാഡ് അടക്കം അവര് തകർത്ത് കളയുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചുറ്റോട് ചുറ്റുള്ള, അതായത് ഇപ്പം നമ്മളെ എതിരിടാൻ ഒരു വമ്പൻ നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഒരാൾ നമ്മളെ അടിക്കാൻ നിൽക്കുന്നു, പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടീമുകൾ നമ്മളെ തടയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഇവന്മാരുടെ ശല്യം ആദ്യം തീർക്കട്ടെ എന്നുള്ളതാണ്. ഇവന്മാരെ ആദ്യം ഒതുക്കുക, പിന്നെ അങ്ങോട്ട് പോകുക. ആ നയമാണ് ഇപ്പം ഈ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുന്ന അമേരിക്കയും UK ഒക്കെ ചെയ്യുന്നത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഹൂത്തികളെ ലക്ഷ്യമായിക്കൊണ്ടാണ് ഈ നിൽക്കുന്നത്. അപ്പൊ അതിന് അവർ പറയുന്ന റീസൺ ചെങ്കടലിൽ കൂടെയുള്ള ഞങ്ങളുടെ കപ്പൽ ഗതാഗതത്തെ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല കാരണം. ഈ ലെബനനിൽ അവർ അടിക്കുക, അതായത് ഇസ്രായേൽ ശരിക്കും പറഞ്ഞാല് എല്ലാരെയും ആക്രമിക്കുന്ന ഒരു ഇതല്ല. കാരണം അവരുടെ നിലനിൽപ്പിന്, ഇല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് ഈ തലവേദന ഒഴിപ്പിച്ചേ മതിയാവും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് കാശ്മീരിൽ ഭീകരരുണ്ട്, മറുഭാഗത്ത് പിന്നെ ഖാലിസ്ഥാനികളുണ്ട്, പിന്നെ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലൊക്കെ അടക്കം ഈ LTT ഒക്കെ വീണ്ടും സജീവമാകുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഈ ഒരുപാട് പേരെ നമുക്ക് ഒരേ സമയത്ത് വലിയ തലവേദനയാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച്. അപ്പം ഈ ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തിന് അതിലും വലിയ, പക്ഷെ അവർ എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനത്തെ അടി കൊടുത്തിട്ട് നല്ല എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരിപ്പോ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു സൈഡിൽ ഹമാസിനെ പൂർണ്ണമായി ഒതുക്കുകയും മറു സൈഡിൽ ഈ ഹിസ്ബുള്ളെ ഒപ്പം തന്നെ ഈ ലെബന്റെ ആ ഒരു ഭാഗം അട്ടിച്ചങ്ങ് ഒതുക്കുക എന്നുള്ളതാണ്. കാരണം അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെറിയ ഈ റോക്കറ്റിലൂടെ മിസൈലിംഗ് ഒന്നും അല്ല, വലിയ രീതിയിൽ തന്നെ ബോംബിംഗ് ആണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ഹൂത്തികൾ ചെയ്ത്, അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള 3 വിഭാഗങ്ങളാണ് ഇസ്രായേലിനെതിരെ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അതിൽ ഹൂത്തികൾ, ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ 2 വിഭാഗമുണ്ട്. ഹൂത്തികൾ, മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകളും, ഹിസ്ബുള്ള, ഒപ്പം തന്നെ മിലീഷ്യൻസ്, അവരൊന്നും ഇപ്പൊ പ്രത്യക്ഷമായി വരില്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ഈ ഗ്രൂപ്പുകളെ ആദ്യം ഇവന്മാർ അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാതെ ഇറാന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇറാൻ ഇതിനൊക്കെ ചുറ്റോട് ചുറ്റും നിന്നിട്ട് ഇറാനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറാനെ ചൊറിയുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെയാണ് പ്രശ്നം. അപ്പം അതാണ് ഇപ്പൊ ലെബനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലെബനന്റെ ഈ ബോർഡർ, മെറ്റൂല എന്നൊക്കെ പറയുന്ന ബോർഡർ ഉണ്ട്. ആ മെറ്റൂല എന്നൊക്കെ പറയുന്ന ബോർഡറിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത് ആൾക്കാരെ. അവിടെ ഏതാണ്ട് 3000-ഓളം ഈ ജൂതന്മാരുണ്ട് അവിടെ. ലെബനിലാണെങ്കിൽ 3000 ജൂതന്മാരുണ്ട്. ഏതാണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും കൂടെ ഏതാണ്ട് 60,000-ഓളം പേരുണ്ട്. അപ്പോ അവർക്കൊക്കെ ഇസ്രായേലിന്റെ അകത്ത്, അവരുടെ രാജ്യത്തിനകത്ത് വലിയ ഷെൽട്ടറൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവർക്ക് വന്ന് തങ്ങാനുള്ള ഈ ഭൂഗർഭ നിലയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ലെബനൻ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പൊ അവരോടാണ് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വേറൊരു രസം കൂടെ. ഇതിന്റെ ഈ ബോർഡറുകളെല്ലാം തന്നെ ഇപ്പോഴും തർക്കമായി കിടക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. ഇസ്രായേലിന്റെ ആണെന്ന് ഇസ്രായേലും ലെബനന്റെ ആണെന്ന് ലെബൻ എന്നും പറയാം. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു സൗത്ത് ലെബൻ നഗരത്തിൽ അറ്റാക്ക് നടത്തിയത് അത് പ്രോപ്പർ അവരുടെ ഉള്ളിൽ കയറിയുള്ള അടിയായിരുന്നു. ബാക്കിയുള്ള എല്ലാവരുടെ ബോർഡർ നടക്കുന്നത് ഈ മെറ്റൂല എന്നൊക്കെ പറയുന്നത് ഇസ്രായേലുമായി 3.5 കിലോമീറ്റർ അപ്പുറം, ഇല്ലെങ്കിൽ അതിനകം ഉള്ളിൽ നിൽക്കുന്ന പ്രദേശമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അതായത് അവർക്ക് ചുറ്റും നിന്നിട്ട് ഇതേ കണക്കുള്ള പ്രശ്നങ്ങൾ, അതും ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഭീകരന്മാര് നമ്മുടെ രാജ്യത്തിന് അകത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇവരുടെ രാജ്യത്തിന് പുറത്ത് നിന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് അറ്റാക്കാണ്. ഡ്രോൺ ആയാലും
അതുപോലെ തന്നെ മിസൈൽ ആയാലും ഒക്കെ. അപ്പൊ അതിന് ഇതുണ്ട്. അല്ലാതെ ഇസ്രയേൽ ഒരു പ്രശ്നകാരിയല്ല, എല്ലാരെയും കൂടെ കയറി അടിക്കുന്നതല്ല. അവരുടെ നിലനിൽപ്പിന് അത് ഒരു പക്ഷേ അനിവാര്യമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം, ഈ ചുറ്റോട് ചുറ്റും കിടക്കുന്ന ഈ ശത്രുക്കളെ മുഴുവനും എന്താണ് ഈ മുഴുവൻ പ്രതിരോധിച്ച് ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത്, അത് ചുറ്റും കിടക്കുന്ന ശത്രുക്കളാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബെയ്റൂട്ടില് ഈ ഫുആദ് ഷുക്കർ എന്ന് പറയുന്ന ഒരാളെ, ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറിനെ കൊലപ്പെടുത്തി. അപ്പോ സിഡോണിൽ ഹമാസിന്റെ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് കയറി കൊലപ്പെടുത്തി. ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി എന്നാണ് പറയുന്നത്. ഈ അൽ ജസീറയുടെ റിപ്പോർട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അവര് പറയുന്നത് ലബനന്റെ തെക്കൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം 50 കിലോമീറ്റർ, അതായത് 30 മൈൽ അകലെയുള്ള തീരദേശ നഗരമായ സിഡോണിൽ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം, ഇസ്രായേൽ ഡ്രോൺ റെയ്ഡിൽ ഹമാസ് ഉദ്യോഗസ്ഥൻ സമീർ അൽ ഹജ്ജിനെ കൊല്ലപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അയൽ രാജ്യമായ ഐൽ അൽ ഹിൽവെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അതായത് ഈ ഇറാനിൽ കയറി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുത്തുന്നു, ലബനനിൽ കയറി ഹമാസിന്റെ ഭീകരവാദിയെ കൊല്ലപ്പെടുത്തുന്നു, അതിന് തടസ്സം നിൽക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരെ കൊല്ലപ്പെടുത്തുന്നു. ഒരു രാജ്യത്തിന്റെ ആ ഒരു സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ഇറാൻ കയറി അവർക്ക് അറ്റാക്ക് നടത്താൻ കഴിയുമെങ്കിൽ ഈ ലെബനനൊന്നും അവരെ സംബന്ധിച്ച വിഷയമല്ല. കാരണം ലെബനനും ഒക്കെ ആയിട്ട് അവർ പണ്ട് പുരാതന കാലം തൊട്ടേ അടിയും പിടിയും നടക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ അവർക്കറിയാം. ഈ ടെഹ്റാനിൽ പോയിട്ട് അവർ മാസങ്ങളോളം തമ്പടിച്ചിട്ടാണ് ഈ കൊല നടത്തിയതെങ്കിൽ ലെബനനെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഈ ഗസ പോലെ അല്ലെങ്കിൽ പലസ്തീന്റെ മണ്ണ് പോലെ തന്നെ അവർക്ക് വളരെ സിമ്പിളായിട്ട് ബൈഹാർട്ടായിട്ടുള്ള ഏരിയകളാണ് ലെബനൻ എന്ന് പറയുന്നത്. ലെബനൻ ഏത് സമയം ഇത് ഇവരുടെ അടി കിട്ടി കിട്ടി ശീലമായിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് അവരാദ്യം ചെയ്യുന്നത് വലിയ അറ്റാക്കിന് മുമ്പ് ഈ ലെബനനിലുള്ള പവർ സ്റ്റേഷനുകൾ അവര് തകർത്ത് കളയും. ഇപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ പവർ സ്റ്റേഷനുകളൊക്കെ അവർ തകർത്തു തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ. അത് ഫുള്ള് ഇരുട്ടിൽ പോകും. പിന്നെ ഇരുട്ടിൽ വെള്ളം കിട്ടാതെ ഇരുട്ട്, അപ്പൊ പവർ കിട്ടാതെ വരും. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനം അങ്ങനെയാണ്, അവിടെ പവർ സ്റ്റേഷൻ തകർക്കുക, ഇപ്പോഴത്തെ ആണവ നിലയങ്ങൾ തകർക്കുക. ഇസ്രായേൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് അത് ചെയ്യുന്നത്. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ ഈ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന എന്താണെന്നുള്ളത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയാണല്ലോ എല്ലാ രാജ്യവും ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ ലെബനനൊക്കെ പോലുള്ള രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പവർ സപ്ലൈ ആദ്യം അങ്ങ് കളയുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഇരുട്ടിലായ വെള്ളത്തിലായും ജനങ്ങൾ സ്വാഭാവികമായിട്ട് പാനിക്കാവും. ഈ കറണ്ട് ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ വീട്ടിലും ഒക്കെ ഒരു 24 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളമില്ല, കറണ്ട് ഇല്ല, പ്രാന്ത് പിടിക്കും. അപ്പൊ ഇതേപോലെ ഇവരെ പെട്ടെന്ന് പാനിക് ആക്കുക, അതാണ്. അതായത് വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു സാധനം. ഒരു പവർ സ്റ്റേഷൻ തകർത്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയ ഏരിയ കിടക്കുന്ന ജനം പെട്ടെന്ന് പാനിക്കാണ്. ആ സമയം കൊണ്ട് പടപടാന്ന് പറയാൻ അറ്റാക്കിങ് നടത്തുക. അങ്ങനെ ഈ മാനസികമായിട്ട് ജനത്തിനെ കുറച്ചുകൂടെ ചെയ്യുക. കാരണം അത് വലിയ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്നിടത്താണ് ഈ യുദ്ധതന്ത്രം എന്ന് നമ്മൾ പറയുന്നത്. വലിയ ബീരങ്കിയും ടാങ്കും ഒക്കെ കയറ്റി നടത്തുന്ന വലിയ എക്സ്പെൻസീവ് ആണ് ഈ ബോംബിങ് നടത്തുന്നതൊക്കെ ഉള്ള ചെലവ്. അപ്പൊ അതിനും ഭേദം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇത് ചെയ്യുക. ഇത് തന്നെയാണ് ഈ ഭീകര സംഘടനകളും ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് ബോംബ് പൊട്ടിക്കുക, ജനങ്ങളെ പാനിക്കാക്കുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പം ഈ ഇസ്രായേൽ അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അവര് പവർ സ്റ്റേഷനൊക്കെ ഈ ലെബനന്റെ പല ഭാഗത്തും തകർത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അടി തുടങ്ങിയിരിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഇതാണ് അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ട് ഇറാൻ ഒന്നും അല്ല. ഇറാൻ അറ്റാക്ക് ഒന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കാര്യമാക്കി ഇപ്പോഴും എടുക്കുന്നില്ല. കാരണം അവർക്ക് ഇപ്പൊ ചുറ്റോട് ചുറ്റുകിടക്കുന്ന ഈ ടീമുകളെ തീർക്കാനുള്ളത്. ഇറാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ലാഭമുള്ള ഒരു കച്ചവടമാണ്. കാരണം അവരുടെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് സേനയും ഒക്കെ റിപ്പബ്ലിക് ഗാർഡും ഒക്കെ ഇപ്പൊ അവരെ സേഫായി നിർത്തിക്കൊണ്ട് ഈ ഹിസ്ബുള്ളെ കണക്കുള്ള അല്ലെ ഹൂത്തി ടീമിനെ കണക്കുള്ള അവരെ പലസ്തീനിലെ ഹമാസിനെ കണക്കുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തല്ലേ, സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും. കാരണം അവർ ഓൾറെഡി നിൽക്കുന്നു. അവരിത് ചെയ്യുന്നതും ഫണ്ടിന് വേണ്ടി തന്നെയാണ്. ഈ ഹിസ്ബുള്ളയും കാര്യങ്ങളും ഒക്കെ ഇറാനിൽ നിന്ന് വലിയ രീതിയിൽ ഫണ്ട് കിട്ടുവാൻ, ഇറാനിൽ മാത്രമല്ല മറ്റ് കൺട്രീസിൽ നിന്നും മറ്റ് ജനങ്ങളിൽ നിന്നൊക്കെ ഫണ്ടിങ്ങിന് വേണ്ടി തന്നെയാണ് തീവ്രവാദികൾ കൂടുതലും അറ്റാക്ക് നടത്തുന്നത്. ഒന്ന് അവർക്കൊരു എയിം ഉണ്ട്. അവരുടെ എന്താണ് കുറെ അവർ പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മത നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മതരാജ്യം സ്ഥാപിക്കാനാണെന്ന്. ആ മതത്തിൽ പറയുന്ന ഒരു നല്ല കാര്യം അവരാരും നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യങ്ങൾ അവർ നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എല്ലാ മതങ്ങളുടെയും ബേസിക് ഞാൻ എപ്പോഴും പറഞ്ഞ നന്മയും സമാധാനവും ഒക്കെയാണ്. ഇത് ഇവരെവിടെ വന്നിട്ടുണ്ട് ആ രാജ്യം ഇവര് ഏത് രാജ്യത്താണ് അവർ അവിടെ കുട്ടിച്ചോറാകല്ലേ ചെയ്യുന്നത്? സിറിയയിലായാലും യമനിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും എന്തിനേറെ പാകിസ്ഥാനിൽ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ്, ഇതെല്ലാം ഒരു സ്ഥലത്തെ സമാധാനം നശിപ്പിക്കുകമാര് ചെയ്യുന്നത്.
ഒരു മതം ഉം, എന്ന് ഉം, അപ്പൊ മതത്തിന്റെ ഐഡിയോളജിയിലല്ല ഇവർ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ ഉം. പിന്നെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ വ്യക്തമാണ്. ഫണ്ടിന്റെ ആവശ്യമുണ്ട് ഉം, അല്ലെ. ഉം, ഉം, ഫണ്ടിന്റെ ഉം, ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ മെയിൻ ആയിട്ട് ഇവരുടെ മുദ്രാവാക്യം ഇസ്രായേലാണ് ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യം. വേറെ അവർക്ക് മുദ്രാവാക്യങ്ങളൊന്നുമില്ല. ഉം. പിന്നുള്ളത് കാശ്മീർ ഇഷ്യൂസ് ആണ്. ഇതൊക്കെയാണ് അവരുടെ ചെറിയ ചെറിയ മുദ്രാവാക്യം. പിന്നെ അവരുടെ ആദ്യം ശത്രു അമേരിക്കയാണ്. അങ്ങനെ കുറെ ഉം. സാധനങ്ങളുണ്ട്. ഇനി റഷ്യ അവരുടെ ഒരു ശത്രുവാണ്, ഏറ്റവും വലിയ ശത്രു. ഇപ്പൊ ഉം. യുക്രൈനിലൊക്കെ കുറെ ഭീകരമായ സംഘടന പോയിട്ടുണ്ട് യുക്രൈനിൽ. ഈ യുക്രൈനിൽ പോയിട്ട് ഈ റഷ്യക്കെതിരെ ചാവേറുകളായിട്ടൊക്കെ മാറിയിരിക്കുന്ന ഈ ആഫ്രിക്കൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അതിന്റെ സംഘടനയുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഒരു വലിയ ഭീകര സംഘടനയാണ്, ഭയങ്കര ബോക്കോ ഭീകര ഹറാമാണോ? സംഘടന, ഭയങ്കര ബോക്ക ഹറാം, അവരുടെ വിഭാഗങ്ങള് ഉം. അവരൊക്കെ കൂടെയാണ് ഇപ്പൊ ഉക്രൈനിൽ പോയി കിടക്കുന്നത്. ഞാൻ അതല്ലേ പറഞ്ഞു, ഈ ലോകത്തെ ഉം, ഉം, ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇത് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊക്കെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അത് അവരെ കാണിച്ച് വിരട്ടുകയാണ്. ഉം, പാവപ്പെട്ട ആളുകൾ, അയ്യോ നമ്മുടെ ഉം, ആൾക്കാർ റഷ്യ കൊല്ലപ്പെടുന്നു, റഷ്യ ഭയങ്കരന്മാരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. റഷ്യയിലൊക്കെ ഉം. ആണെങ്കിൽ അതിലും വലിയ തലവേദന. ഈ ചെച്ചിനിയയിലൊക്കെ ഭീകര സംഘടനകൾ ഒരുപാടുണ്ട്, റഷ്യയുടെ തന്നെ പഴയ ഉം, USSRന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെയുള്ള ഉം. സാധനങ്ങൾ അവർക്കും ഉണ്ട്. അപ്പൊ എല്ലായിടത്തും പ്രശ്നം. ഇപ്പൊ നമുക്ക് എന്താണ് കുഴപ്പം, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ നമ്മുടെ ചുറ്റോട് ചുറ്റും ഇപ്പൊ ആ രീതിയിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്. മ്യാൻമാറിൽ നിന്നുള്ള അതെ, അതെ. ഇതുണ്ട്, ചൈന സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഉം, വിവിധ ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഉം, ബംഗ്ലാദേശിൽ നിന്നുള്ള അനവധി ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഉം. ശ്രീലങ്കയ്ക്ക് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഗ്രൂപ്പുകൾക്കൊന്നും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഈ LTT പോലുള്ളത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് വരുന്നു എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. അങ്ങനെ വരുന്നുണ്ട്. ഉം, ഉം. പിന്നെ മാലിയിലുള്ള ഒരു വിഭാഗം ജനത്തിന് നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളും ഏതാണ്ട് ചുറ്റോട് ചുറ്റ് കിടക്കുന്ന ഒരു സാധനം. പിന്നെ നമ്മുടെ അടുത്തിട്ട് വലിയ കളി ഇറക്കാനായിട്ട് വരുന്നില്ല എന്ന് മാത്രമാണ് നമുക്കൊരു ചെറിയ ഉം, ആശ്വാസമുള്ളത്. മറ്റേതുപോലെ നമ്മുടെ അടുത്തോട്ട് ഉം. വലിയ വേല ഇറക്കാൻ ഇവന്മാര് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന് ചുറ്റോട് ചുറ്റും അതല്ലേ കിടക്കുന്നത്. എല്ലായിടത്തും ഉം. ചുറ്റോട് ചുറ്റ് കിടക്കുന്നുണ്ട് ഈ സാധനങ്ങൾ. എല്ലാവർക്കും ഇത് അറിയാം. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലടക്കം ഭീകരവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുന്നത്. ഇന്ത്യ ഭീകരവാദത്തിന് ഉം. ഇരയായ രാജ്യങ്ങളെ ഇന്ത്യ പരസ്യമായി പിന്തുണയ്ക്കുന്നതിന് കാരണം എന്താ? എല്ലാവരും ഇത് ഉം. ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഇത് ഫേസ് ചെയ്യാത്ത ഒരു രാജ്യമില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബംഗ്ലാദേശിൽ ഇപ്പൊ അല്ല. അല്ല, അങ്ങനെ ഒരു രാജ്യം ആ, ഉണ്ടെങ്കിൽ അത് നിത്യാനന്ദ നിത്യാനന്ദയുടെ. സ്വാമിയുടെ കൈലാസ് എന്ന് പറഞ്ഞ രാജ്യം ഇപ്പൊ പുള്ളി തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഒരു ദ്വീപിൽ. അപ്പൊ അതിന് ചേട്ടാ, മാത്രമേ ഉള്ളൂ അത് ഇപ്പൊ പറഞ്ഞത് ചർച്ച. കൊണ്ട് ചോദിക്കുക, ഈ കൈലാസ് ആക്ച്വലി എവിടെയാ? പുള്ളിയുടെ കൈലാസം എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് ഇവിടെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കരീബിയയിൽ എവിടെയാ? അല്ല കരീബിയൻ ദ്വീപുകളിൽ ഏതൊരു ആ, ദ്വീപാണെന്ന് പറയുന്നു. അല്ല അവിടെ ഈ കരീബിയൻ അങ്ങനെയും കേൾക്കുന്നുണ്ട്. അവിടെ കുറച്ചാൾക്ക് മുമ്പ് വായിച്ചിരുന്നില്ല മനസ്സിലാക്കാൻ, ഈ ദ്വീപുകൾ വിൽക്കാൻ കിട്ടും. വിൽക്കാനല്ല, പാട്ടത്തിന് കിട്ടും. നമുക്ക് അവിടെ ഈ വലിയ വലിയ പണക്കാരൊക്കെ വന്ന ഒരു ദ്വീപൊക്കെ ഉം, ഈ ഉം, പൈസ ഉം, കൂടിക്കഴിയുമ്പോൾ ചില പ്രാന്തം മനുഷ്യന് വരുമല്ലോ. പൈസ കൂടി ഉം, കഴിയുമ്പോൾ അവിടെ വന്ന് ദ്വീപ് എടുക്കും. ദ്വീപ് എടുത്താൽ നമുക്ക് ഉം, പാട്ടത്തിന് നമ്മുടേതായിട്ട് രീതിയിൽ 99 വർഷത്തേക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി പോയിട്ട് ഒരു ചെറിയ ദീപം കണ്ട് വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുകയോ അങ്ങോട്ട് ഉം, ചെയ്തിട്ടുണ്ട്. ആളുടെ താമസമൊന്നും ഉം, ഇല്ലാത്തതൊക്കെ. ഉം, ഉം, അപ്പൊ അവിടെ പുള്ളി കുറെ ഇത് സംഭവിച്ചാല് പുള്ളി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മഠത്തിനൊന്നും പോയിട്ട് രാജ്യമൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ ഉം, പിന്നീട് ഞാൻ വായിച്ച് കുറച്ച് മനസ്സിലാക്കിയ സാധനം എന്ന് വെച്ചാൽ ഈ അധോലോക സാധനങ്ങളുണ്ട്, ഈ ക്രിപ്റ്റോ കറൻസി പോലുള്ള ഈ ഒരു ബ്ലാക്ക്, അതായത് എന്നൊക്കെ ഉം, നിൽക്കുന്ന ഉം. ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന കുറെ വലിയ ബിഗ് ഷോട്ടുകളുണ്ട്. അവരെല്ലാം കൂടെ അതെ, വെർച്വൽ ചേർന്നിട്ടാണ് ഇപ്പൊ അവിടെ കറൻസികൾ. അപ്പൊ അവരെല്ലാം കൂടെ ടീമുകളെല്ലാം കൂടെ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ അവിടെ ഒരു രാജ്യമായിട്ട് അതിനെ കൊണ്ടുവരുന്നത്. ഒരു രാജ്യമായിട്ട് ഉം, കൊണ്ടുവരാൻ ഉം, പറ്റുമോ എന്ന് അവരെല്ലാം കൂടെ ഉം, വന്നു. അതിന്റെ അകത്തിൽ ഈ ഉം, ക്രിപ്റ്റോ കറൻസി ഇപ്പൊ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല എന്ന്. അപ്പൊ അതിന് ലീഗലി ഒരു എന്താ ഒരു പൈസയുടെ ഒരു മൂല്യം വരത്തക്കില്ല. അതുകൊണ്ടാണ് ഈ കൈലാസ ക്ഷേത്രത്തിന്റെ നാണയം ഇറക്കുന്നു, അവരുടെ കൈലാസ ഡോളർ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഉം. അതുവഴിയിട്ടുള്ള ഒരു വിനിമയം, ഇതൊക്കെയാണ് സംഭവം അതിനകത്ത്. പിന്നെ പുള്ളി ഒരു പിന്നെ ഇത് ഈ അടുത്ത് പലവട്ടം പുള്ളി ഇങ്ങനെ പറയാറുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾ വിസ അനുവദിക്കുന്നു. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വിസ ഇഷ്യൂ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഉം, അങ്ങനെ ഒരു ഉം. അല്ല, രാജ്യമായിട്ട് പക്ഷെ UN. അവർക്ക് UN പ്രതിനിധിയുണ്ട് കൈലാസത്തിന്. അല്ല, UN പ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UN പ്രതിനിധികളെ കാര്യം പറഞ്ഞ ഭയങ്കര കോമഡിയാണ്. ഈ UN ഉം, ഒരുപാട് പ്രതിനിധികളുണ്ട്. UN അംഗീകരിക്കാത്ത രാജ്യങ്ങളുടെ പ്രതിനിധിയുണ്ട്, ഈ സംഘടനകൾക്ക് ഉം, പ്രതിനിധിയുണ്ട്, പലതും ഉണ്ട്. ഉം, ഇന്ത്യയിൽ നിന്നും ഉം, ചില സംഘടനകളൊക്കെ പ്രതിനിധികൾ UN പോയിരുന്നിട്ടുണ്ട്. അതായത് ഈ പല കാറ്റഗറി ഉണ്ടല്ലോ. ചില ഉം, പാർട്ടികളുടെ ഒക്കെ കണ്ടിട്ടില്ലേ, കോർ കമ്മിറ്റി കാണും, അതായത് വളരെ കുറച്ച് അടുത്ത ടീമുകളുടെ കമ്മിറ്റി. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഇത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി എന്ന് ഉം, പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് പ്രത്യേക ഉം, ക്ഷണിതാവ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. പോയോന്ന് വെച്ചാൽ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കും. അപ്പൊ അതേപോലത്തെ ഒരു സാധനം അല്ല കൈലാസത്തിന്റെ എന്ന് വെച്ചാൽ ആ പ്രതിനിധികളെ അവര് ആ സെഷനിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നതാണ്. അതായത് അവർ ഉം, പെർമനന്റ് മെമ്പറോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയെ പോലെയോ പാകിസ്ഥാനെ പോലെയുള്ള മെമ്പർ അല്ല അവര്.
അവരെ ആ ഒരു പ്രത്യേക ക്ഷണമാണ്. ഉം. ഈ UN എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പറയുന്നത്, ഈ അമേരിക്കയുടെ ഒരു വേറൊരു പതിപ്പ് തന്നെയാണ് ആ സാധനം. അപ്പൊ അവരിതൊക്കെ എല്ലാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അവർക്കുള്ളൊരു അവസരം കൊടുക്കുക. UN നമ്മുടെ പല സ്വാമിമാരും പോയി അവിടെ പ്രസംഗം നടത്തിയിട്ടില്ലേ? അപ്പൊ അതേപോലെ അതെ പോവുക അതെ എന്നുള്ളതേ ഉള്ളൂ. ഈ ഇസ്രായേലിനെ എത്ര രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്? അതും ഒരു ചോദ്യമല്ലേ. ഉം. ഇസ്രായേലിനെ എത്ര രാജ്യങ്ങൾ അതെ അതെ അംഗീകരിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമാണ്. അപ്പൊ അംഗീകരിക്കാത്ത ഒരുപാട് രാജ്യങ്ങളില്ലേ? അവിടെയാണ് ഈ ഉം 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 കൈലാസകം. ഉം. അത് കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്, പക്ഷെ അവിടത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനങ്ങൾ അദ്ദേഹം തന്നെ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ ഇത്തരം രാജ്യങ്ങൾ, ആ ദ്വീപ് സമൂഹം നിൽക്കുന്ന രാജ്യങ്ങൾ വഴി കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം തന്നെ പോകുന്നത്, രാജ്യത്തിന്റെ ഉടമ ഉം തന്നെ ഉം പോകുന്നത്. ഉം അത് ഇത് ഉം. സംഭവം കുറച്ച് കൗതുകം ജനിപ്പിക്കുന്ന വാർത്തയായതുകൊണ്ടാണ് എല്ലാവരും അത് ഇടുന്നത്. കാരണം പുള്ളി എല്ലാവരും അത് നമ്മുടെ കാണുന്നത്. രാജ്യത്തും അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ചേട്ടൻ അറിഞ്ഞൂടാത്ത ഒരു കാര്യമുണ്ട്. ഇയാളെ കുറിച്ച് എന്തൊക്കെ ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ ഇയാളെ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കും. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. സീരിയസ്ലി ഇയാളെ സ്ട്രൈക്ക് അടിച്ച് ആ, പിടിച്ചു കളയും, ഇയാളെ മോശം മോശം പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾ. അതുകൊണ്ട് നമുക്ക് മോശം പറയാൻ പറ്റത്തില്ല. മോശം പറയാനാണെങ്കിൽ ഒരുപാട് അല്ല കാര്യങ്ങളുണ്ട്. അല്ല ഇയാളൊരു മോശം അതാണ് ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ ഇപ്പൊ നാട്ടുകാരെ നമ്മുടെ രാജ്യത്ത് കയറാൻ പറഞ്ഞത് വരുമെന്ന് പറഞ്ഞിരുന്നു പുള്ളി. ഈ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ തുടങ്ങി അയോധ്യയില്, അത് കൈലാസ പക്ഷെ പള്ളി, അതൊരു വേറൊരു വാർത്തയായിരുന്നു. കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം ചേട്ടാ, അയാളുടെ കയ്യിൽ ഒരു സ്റ്റഫും ഇല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഒരു രാജ്യം സ്ഥാപിച്ചെടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ജസ്റ്റ് ബിൽഡ് എ അല്ല കൺട്രി ലൈക്ക് ഓഷോ രജനീഷ്. അത് ഞാൻ പറഞ്ഞ സാധനം അത് തന്നെയാണ്. ഇത്രയും വലിയ കണക്ഷൻസ് വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ ഇങ്ങനെ ചില ഗ്രൂപ്പുകളും ഉണ്ടാകാം. ഞാൻ ഈ പറഞ്ഞ ക്രിപ്റ്റോ അതെ, അപ്പോ കണക്ഷൻസ് ഉണ്ടാകാം. ചേട്ടാ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുകയാണ്, ലെബനനിൽ എന്തായാലും കയറി അടിച്ചു തുടങ്ങി. അപ്പോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നീണ്ടു പോകുമോ? ഹിസ്ബുള്ള ഭീകരന്മാരെ വകവരുത്തി അവിടെയുള്ള ഹമാസിനെ, അവിടെയും ഹമാസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇസ്രായേൽ ഇത് നിർത്തുമോ? അല്ലെങ്കിൽ ലെബനനിലേക്ക് ഈ ആക്രമണം വ്യാപിപ്പിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് അവർ ജീവഹാനി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇത് തീരില്ല. ഇതിടക്കുള്ള അടി ഈ രാജ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അവരുടെ ചരിത്രപരമായ കാര്യങ്ങൾ നോക്കിയാൽ, അവരുടെ ജീവിത ഒരു കാര്യം നോക്കിയാലും അടി തീരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് പിന്നെ ഇപ്പൊ ധനുഷ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു യുദ്ധമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. യുദ്ധത്തിനുള്ള സാധ്യത ഞാൻ ഇപ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധത്തിന് സാധ്യത കാണുന്നേ ഇല്ല. ഈ അടി ഇന്നും തന്നെ തുടങ്ങിയില്ല. നമ്മൾ ഈ ചരിത്രം പരിശോധിച്ച പണ്ടോട്ടേ ഉള്ള അടിയാണ്. ഇപ്പൊ അത് വാർത്താ പ്രാധാന്യം നേടുന്നു എന്ന് മാത്രമല്ല. അപ്പൊ അടി തീരാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഒരു വെടിനിർത്തൽ വരാൻ സാധ്യതയുണ്ട്. ഈ അടി ഇങ്ങനെ മൂത്ത് കഴിയുമ്പോഴത്തേനും ഈ അമേരിക്ക ഒരു സൈഡിൽ കൂടെ ഈ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുമ്പോൾ മറു സൈഡിൽ അവർ ഇറാനുമായിട്ട് ഒരു കോംപ്രമൈസിനും കൂടെ ചില രാജ്യങ്ങളെ കൊണ്ട് ശ്രമിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ലെബനന്റെ ഫോറിൻ മിനിസ്റ്റർ അവിടെ ചെന്നിരുന്നു, ഈജിപ്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ചെന്നിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളെ കൊണ്ട് അതിനും കൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇറാന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവർക്കിപ്പോ ഈ ഹനിയെ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യണമെന്ന് അവർക്ക് യാതൊരു താല്പര്യവും നിലവിലത്തെ സാഹചര്യത്തിലില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇപ്പൊ അവരിപ്പോ കുറെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരും കുറെ ഈ ഗൾഫ് കൺട്രീസും ആയിട്ടൊക്കെ അവർ ചർച്ചകൾ നടത്തുകയും ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയൊക്കെ ചെയ്തു. ഒന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ ഞാൻ പറയത്തില്ലേ, നമ്മൾ പണ്ട് വലിയ ഗുണ്ടയും റൗഡിയൊക്കെ ആയിരുന്നു. നമ്മളപ്പോ അവസാനം ഒന്ന് കുടുംബം നോക്കാണ്ടൊന്ന് രക്ഷപ്പെട്ട് തുടങ്ങാൻ നേരത്ത് പിന്നെ മറ്റേ എന്താണ് ചെങ്കോല് സിനിമയിലെ മോഹൻലാലിനെ പോലെയാണ്. അദ്ദേഹം രക്ഷപ്പെടാനായിട്ട് പോകുമ്പോൾ വീണ്ടും ശത്രുക്കൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതിലാണ് ഈ ഇറാനൊക്കെ കിരീടം അല്ല, രണ്ടാം ഭാഗം, കിരീടത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി. അപ്പൊ അതിൽ രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ അവസ്ഥ. ഈ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സാധ്യതകൾ ഇപ്പൊ തുറന്നു കിട്ടിയിട്ടുണ്ട്. കാരണം ഈ എണ്ണ വ്യാപാരത്തിലായാലും ഒക്കെ ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടുന്നു. അതുപോലെ തന്നെ ഒരുപാട് പാതകൾ, ട്രേഡിങ്സിനുള്ള ഒരുപാട് പാതകൾ ഈ തുറമുഖങ്ങൾ വഴിയൊക്കെ തുറന്നു കിട്ടുന്നു. അങ്ങനെ അവരൊന്ന് പച്ചപിടിക്കാൻ തുടങ്ങുന്ന സമയം ഇപ്പൊ അവിടെ കയറിയിരിക്കുന്ന പുതിയ പ്രസിഡന്റ് കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാള്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരിപ്പോ ഈ ഗൾഫ് കൺട്രീസുമായിട്ട് നല്ല ഒരു ടേംസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഇതിന്റെ ഇടയ്ക്ക് അതൊന്നും കളഞ്ഞു വിളിച്ച് ഇവർക്ക് പോകാനായിട്ട് താല്പര്യമില്ല. ഒരുപക്ഷെ ഈ അമേരിക്ക നടന്ന ഈ കോംപ്രമൈസിനകത്ത് അവർ പ്രധാനമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് ഇറാന്റെ ഈ ആണവ പരീക്ഷണങ്ങളുണ്ട്, ആണവ നിലയങ്ങൾ, അതിനെ അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും അവർ മുമ്പോട്ട് വെക്കുന്ന പ്രധാന ഡിമാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂക്ലിയർ പവർ എന്ന് പറയുമ്പോൾ അത് യുദ്ധത്തിന് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. അവിടുത്തെ പവർ സപ്ലൈ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ അത് അമേരിക്ക രഹസ്യമായിട്ട് അത് ഒരു ടൈപ്പിൽ എത്തുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അതിന്റെ മുമ്പോട്ട് പോകുന്നോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരും. അതായത് സാധ്യതയുള്ളൂ ഇതിനകത്ത്. അങ്ങനെ ഒരു ടൈപ്പിൽ എത്തട്ടെ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ. കാരണം ഞാനും നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ മാന്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. നമ്മുടെ മലയാളികളടക്കം വലിയ രീതിയിൽ
ആ യുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ലെബനനിലേക്ക് എന്തായാലും ഇപ്പൊ കിട്ടുന്ന പുതിയ വാർത്ത, ലെബനനിലേക്ക് ഇസ്രായേൽ വലിയ രീതിയിൽ അറ്റാക്ക് നടത്തിയിരുന്നു, വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു, വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പോരാത്തതിന് ഇപ്പോഴും ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ അതിർത്തികൾ അടച്ചു കഴിഞ്ഞു, അവിടെ സൈറനുകൾ മുഴങ്ങുകയാണ്, അവിടെയുള്ള ജനം ഭീതിയിലാണ്, പല ആൾക്കാരും ഒഴിഞ്ഞു പോവുകയാണ്. എന്തായാലും ബിചേട്ടാ താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.